ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് തട്ടുകട സ്റ്റൈലിലൊക്കെ കിട്ടുന്ന നല്ല മുരിഞ്ഞ കാട ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. നമുക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ ചേർക്കാതെ വീട്ടിൽ ഈസി ആയിട്ട് ഇതുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പുറംഭാവമൊക്കെ നല്ല മുരിഞ്ഞ് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ ഡിഷ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കാടയാണ്. ഇതിപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഒന്ന് പോകുന്ന രീതിയിൽ വെക്കണം. അതിനുശേഷം നമുക്ക് ആദ്യം തന്നെ ഒരല്പം ജിഞ്ചർ ഗാർലിക്ക് നന്നായിട്ട് അതൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി, ഒരല്പം മഞ്ഞൾപ്പൊടി, ഇതിപ്പോൾ വീട്ടിൽ പൊടിച്ച ഗരം മസാലയാണ്, അതൊരു 1/4 ടീസ്പൂണോളം, പിന്നെ ഒരു ടീസ്പൂണോളം അളവിൽ കോൺഫ്ലോർ കൂടെ ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് കാടയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ മതി. ഓവറായിട്ട് വെള്ളമൊന്നും യൂസ് ചെയ്ത് കുഴക്കേണ്ടത്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ കാട ഇതിൽ നന്നായിട്ടൊന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. കാടയുടെ എല്ലാ ഭാഗത്തേക്കും ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് നമുക്കിതൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം. ഇപ്പം എന്താ നമ്മുടെ കാടയിൽ ഞാൻ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പം നമ്മുടെ കാട ഒരു ഏകദേശം 1.5 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മുടെ കാട നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കണ്ട. നമ്മുടെ കാടയുടെ ഉള്ളൊക്കെ നന്നായിട്ട് കുക്കായിട്ട് വരണം. അപ്പം നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മുടെ കാട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ കാടയുടെ ഒരു സൈഡ് ഏകദേശം നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. തീ അല്പം ഒന്ന് സ്ലിമ്മിലാക്കി വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും ഈ സമയത്ത് നല്ലത്. അല്ലെങ്കിൽ പുറമൊക്കെ നന്നായിട്ട് അങ്ങോട്ട് ക്രിസ്പി ആയിട്ട് പോയിട്ട് അകം നന്നായിട്ട് കുക്കാവാതെ വരാൻ ചാൻസ് ഉണ്ട്. കോൺഫ്ലോർ ഒക്കെ ചേർത്തേക്കുന്നത് കൊണ്ട് ചിലപ്പം പെട്ടെന്ന് കരിയാനും ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മുടെ കാട നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ടിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ കറിവേപ്പിലയുടെ ആ ഒരു ടേസ്റ്റും ആ ഒരു ഫ്ലേവറും അതിൻ്റെ സ്മെല്ലും ഒക്കെ നമ്മുടെ കാടയിലേക്ക് കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ഒരു എക്സ്ട്രാ ടേസ്റ്റാണ് ഇങ്ങനെ നമ്മൾ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക്. അപ്പം നമുക്കിതൊന്ന് ഇനി നന്നായിട്ട് ഫ്രൈ ആയി കഴിയുമ്പോൾ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ കാട ഇട്ട് കൊടുത്ത കറിവേപ്പിലയും ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ് ഈ റെസിപ്പി. നമുക്ക് ഒരുപാട് നേരമൊന്നും വേണ്ട. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന ആ ടൈം മാത്രം മതി. ചോറിൻ്റെ ഒപ്പോ ചപ്പാത്തിക്കൊപ്പോ പൊറോട്ടയുടെ ഒപ്പോ ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മറക്കാതെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കൂടി ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.